ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സേമിയ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പോളം സേമിയ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ട് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള പാലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 2.5 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അതായത് 1/2 ലിറ്ററും പിന്നെ ഒരു 1/2 കപ്പ് പാലും. 2 കപ്പ് പാൽ ഞാനിപ്പോൾ ഈ ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പാലിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/2 കപ്പ് പാലിൽ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അരിച്ചിട്ടാണ് കേട്ടോ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സേമിയ പകുതി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഈ പാലിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പകുതി വെന്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പാല് തിളച്ച് വരുമ്പോഴേക്കും ബാക്കി ഭാഗം വെന്ത് കിട്ടിക്കോളും. പിന്നെ ആ സേമിയയിൽ പാലിൻ്റെ നല്ലൊരു ഫ്ലേവറും പിടിക്കും ഇങ്ങനെ ഈ പാലിൻ്റെ കൂടെ സേമിയ വേവിക്കുകയാണെങ്കിൽ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തായിരുന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ മറന്നുപോയിട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് നല്ല പോലെ കുറുകി വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ല പോലെ തണുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. നല്ല പോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 തരത്തിലുള്ള മുന്തിരിയും കുറച്ച് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളും പിന്നെ മാതളനാരങ്ങ അതായത് ഉറുമാമ്പഴത്തിൻ്റെ സീഡ്സും പിന്നെ കുറച്ച് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പൈനാപ്പിളൊന്നും ചേർക്കരുത്, ആദ്യം തന്നെ ചേർത്ത് വെക്കരുത് കേട്ടോ. പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കയ്പ്പ് രുചി വരും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്